എനിക്കറിയാം ഈ ജെസ്യൂട്ട് സഭ കേരളത്തില് ഈ ജെസ്യൂട്ട് സഭയിലെ വൈദികര് വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കോളേജുകളൊക്കെ ഉണ്ട്. അവിടുത്തെ മേലധികാരി ഈ മാർപ്പാപ്പ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന ഈ സഭയുടെ മേലധികാരി ആയിക്കൊണ്ടാണ്, പ്രൊവിൻഷ്യൽ എന്ന് പറയും. അന്ന് മുതൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു മാതൃകയുണ്ട്. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ KSRTC ബസ്സേ കയറി, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി യാത്ര ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി, കാർഡിനലായി, കാർഡിനലായി. അപ്പോഴെല്ലാം അരമനയിൽ താമസിക്കാതെ സാധാരണക്കാർ താമസിക്കുന്നത് പോലെ ഒരു വീട്ടിൽ താമസിക്കുകയും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ KSRTC ബസ്സിൽ അല്ലെങ്കിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു. കാരണം അതും കൂടി പാവങ്ങൾക്ക് കൊടുക്കുക. ഇതൊന്നും വേണ്ട, മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടും, ഇന്നൊരു സഹോദരി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടും സഹോദരിയോടും അതുപോലെ തന്നെ ആ അർജന്റീനയിലെ നാട്ടുകാരോടും പറഞ്ഞ, ദയവായിട്ട് എന്റെ കൊറോണേഷന്, എന്റെ ഈ സ്ഥാനച്ചടങ്ങിന് നിങ്ങൾ ആരും വരരുത്. നിങ്ങൾ ആ എയർ ടിക്കറ്റ്, ആ പൈസ കൊടുക്കുക. ആർക്ക് കൊടുക്കുക? നമ്മുടെ ചേരിയിലുള്ള ആളുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ഇതുവരെ അർജന്റീന സന്ദർശിച്ചില്ല, ലാറ്റിൻ അമേരിക്ക, അത് അങ്ങനെ മെക്സിക്കോ, പല രാജ്യങ്ങളും അവിടുത്തെ സന്ദർശിച്ചു. അതിന് അദ്ദേഹം എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് എന്റെ രാജ്യം സന്ദർശിക്കാം. അതൊരു വലിയൊരു കൺസെപ്റ്റ് ആണ്, അല്ലെ? എന്റെ